മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ സമ്പത്താണ്. എത്ര തന്നെ ഫിലോസഫി നമ്മൾ മാറ്റിപ്പറഞ്ഞാലും മനുഷ്യജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം സമ്പത്താണ് എന്നുള്ളത് ഏതു ചർച്ചയുടെയും അവസാനം ആരും അംഗീകരിക്കുന്നത്. ആ സമ്പത്തിൻ്റെ അടിസ്ഥാനവും സാമ്പത്തിക വിനിമയത്തിൻ്റെ മാനദണ്ഡവും ബിസിനസ്സാണ്. ബിസിനസ്സിൻ്റെ നിലനിൽപ്പ് മാർക്കറ്റിങ്ങിനുമാണ്. മാർക്കറ്റിങ്ങിന് വ്യത്യസ്തമായ രീതികൾ നൂറ്റാണ്ടുകളായി മനുഷ്യൻ സ്വീകരിച്ചു വരുന്നുണ്ട്. എന്നാൽ ഏതാണ് പുതിയ കാലത്തെ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും നല്ല രീതി എന്ന് കഴിഞ്ഞ 4 വർഷം മുൻപ് ലോകത്തെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ലോകം ഡിജിറ്റലൈസ്ഡായ ഒരു സമയത്ത്, അതോടൊപ്പം ഏറ്റവും കൂടുതൽ ഹൈ ലെവൽ പോപ്പുലേഷനുള്ള രാജ്യങ്ങളുടെ ബിസിനസ് സിസ്റ്റങ്ങളെ പരിശോധിച്ചുകൊണ്ട് ലോകത്തെ ഒട്ടേറെ പ്രൊഫഷണൽ ഓർഗനൈസേഷനുകൾ പ്രഡിക്റ്റ് ചെയ്തതും അവർ പ്രൂവണായി ബോധ്യപ്പെടുത്തിയതും ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റമാണ് വരും കാലത്തിൻ്റെ ലോകത്തിൻ്റെ ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്. അവർ പ്രഡിക്റ്റ് ചെയ്ത സമയം യഥാർത്ഥത്തിൽ 2025 ആയിരുന്നു. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് അവരോധിതനായ സമയത്ത് അമേരിക്കയുടെ ഫൈനാൻസ് ഡയറക്ടറായിട്ട് അദ്ദേഹം ചുമതല നൽകിയത് അമേരിക്കയിലെ ഏറ്റവും പ്രൊഫഷണലായ ഒരു നെറ്റ്വർക്ക് ലീഡറെയും അതിലൂടെ കോടികൾ ഏൺ ചെയ്ത ഒരു ബിസിനസ് ഓണ്ടർപ്രണറേയുമായിരുന്നു. എന്തുകൊണ്ടാണ് ലോകത്തെ ശ്രദ്ധേയമായ പോപ്പുലേറ്റഡായ 5 രാജ്യങ്ങളിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന് ഒഫീഷ്യലായ നിയമങ്ങൾ ഈ 2025 തുടക്കത്തിൽ വരാനുള്ള കാരണം വിശദീകരിക്കുന്നതിന് മുമ്പ് ആദ്യം ഈ 5 രാജ്യങ്ങൾ നമ്മൾ പരിചയപ്പെടണം. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക, ലോകത്തെ ഏറ്റവും വലിയ വാണിജ്യ ശക്തിയായ ചൈന, ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യങ്ങളിലൊന്നായ ബ്രസീൽ, 4-മത്തേത് ഇന്തോനേഷ്യ, 5-മത്തേത് ലോകം ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ഹബ്ബായി കാണുന്ന ഇന്ത്യ. ഈ 5 രാജ്യങ്ങളിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഏറ്റവും അധികം ബൂമിംഗ് നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിനകം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ഫെയിലിയറുകൾ, പാറ്റേണുകളാണ് അവിടെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. എന്താണ് ആ ഫെയിലിയർ പാറ്റേൺ? ടിപ്പിക്കലായ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്റ്റൈൽ. ഒരു സിസ്റ്റത്തെ ആളുകൾ നിരന്തരമായി പ്രൊമോട്ട് ചെയ്യുകയും പ്രൊമോഷൻ മാത്രം നടക്കുകയും കസ്റ്റമർ ക്രിയേഷൻ, ഒരാൾ അടുത്തൊരാളെ ചേർക്കുക എന്നതിനപ്പുറം ബിസിനസ് ജനറേറ്റ് ചെയ്യപ്പെടാത്ത ഒരു സിസ്റ്റമാണ് പലപ്പോഴും നമ്മൾ കാണുന്ന ടിപ്പിക്കൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ 1-മത്തെ ദുര്യോഗം. 2-മത്തേത്, ടിപ്പിക്കൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ പ്രോഡക്റ്റിൻ്റെ നിരന്തരമായ കോമ്പറ്റീഷൻ നടക്കുന്നു. എല്ലാ കമ്പനികളും, ലോകത്തെ ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് സെല്ലിംഗ് വർക്ക് ചെയ്യുന്നത് കോസ്മെറ്റിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. 2-മത്തേത് ഇൽനെസ് ആൻഡ് വെൽനെസ്സിലാണ്. 3-മത്തേത് ഹോം ഗ്രോസറി ഐറ്റംസിലാണ്. ഈ 3 മേഖലകളിലും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്തുള്ള വ്യാപകമായ മത്സരമാണ്. മത്സരത്തിൻ്റെ കാലം യഥാർത്ഥത്തിൽ കഴിഞ്ഞു. ഇനി ഒരാൾക്കും മറ്റൊരാളുടെ പ്രോഡക്റ്റ് വിറ്റ് മാർക്കറ്റിൽ യുണീക്കായ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അതേ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന യഥേഷ്ടം ആളുകൾ മാർക്കറ്റിൽ വേറെയുണ്ട്. ട്രേഡിംഗ് എന്ന സിസ്റ്റത്തിന് ഇനി നിലനിൽപ്പില്ല. ട്രേഡിംഗ് എന്ന സിസ്റ്റത്തിന് നിലനിൽപ്പില്ല എന്നതോടൊപ്പം തന്നെ മാനുഫാക്ചറിങ് എന്ന സിസ്റ്റം ഒരിക്കലും ഇനി ക്രെഡിറ്റ് ഓറിയൻറ്റഡ് അല്ലാതെ പ്രോഫിറ്റബിൾ ആക്കാൻ കഴിയില്ല. കാരണം ലോകത്ത് ഉള്ള ആളുകളുടെ 10 ഇരട്ടി പ്രോഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മൾ 3.5 കോടി മലയാളികളുള്ള കേരളക്കരയെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഓരോ വർഷവും ഇവിടെ 10 കോടി മലയാളികൾക്കുള്ള ഫുഡ് പ്രോഡക്റ്റുകൾ ഇറങ്ങുന്നു, ഡ്രസ് മെറ്റീരിയലുകൾ ഇറങ്ങുന്നു, ഹോം എക്യുപ്മെൻറ്റ്സുകൾ ഇറങ്ങുന്നു. എല്ലാ പ്രോഡക്റ്റുകളും 10x പ്രൊഡക്ടിവിറ്റിയോടുകൂടി പുറത്തിറങ്ങുകയും 10% മാത്രം ഉപയോഗിക്കുകയും ബാക്കി 7% വേസ്റ്റ് ആക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഒരിക്കലും മാർക്കറ്റിലേക്ക് വീണ്ടും പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരലല്ല ബിസിനസ്, മറിച്ച് മാർക്കറ്റിലില്ലാത്ത പ്രോഡക്റ്റ്, അതാണ് സാൻഡ്ബോക്സിൻ്റെ 1-മത്തെ ഐഡൻറ്റിറ്റി. 2-മത്തേത് ഫിസിക്കൽ പ്രോഡക്റ്റ് എത്ര തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്താലും വീണ്ടും അത് സെല്ല് ചെയ്യാൻ വീണ്ടും നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇത് ഡിജിറ്റലൈസേഷൻ്റെ കാലമാണ്. അതുകൊണ്ട് സാൻഡ്ബോക്സ് ഫോക്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ പ്രോഡക്റ്റുകളെയാണ്. ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് ആവശ്യമുള്ള അപ്ഡേറ്റ്സുകൾ മാത്രം വരുത്തി നിരന്തരമായി സെല്ല് ചെയ്യാൻ പറ്റുന്ന, വിറ്റ സാധനങ്ങൾ തീർന്നു പോവാത്ത ഡിജിറ്റലൈസേഷൻ്റെ കാലത്ത് ഡിജിറ്റൽ പ്രോജക്റ്റുകൾ നൽകിയെങ്കിൽ മാത്രമേ ഹൈ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമാകൂ. അതാണ് സാൻഡ്ബോക്സിൻ്റെ 2-മത്തെ യൂണീക്നെസ് എന്നുള്ളത്. 3-മത്തേത് മാൻ പവറിൻ്റെ കാലം കഴിഞ്ഞു. 100 ആളുകൾ വർക്ക് ചെയ്ത് 100 ആളുകളുടെ റിസൾട്ട് ഉണ്ടാക്കുന്ന കാലമായിരുന്നു പണ്ട്. അല്ലെങ്കിൽ 100 ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് 200 പേരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതായിരുന്നു പഴയ കാലം. ഇന്നതല്ല. 100 ആളുകളുടെ വർക്ക് 5 ആളുകൾ മാത്രം മാനേജ് ചെയ്ത് ബാക്കി 95% സിസ്റ്റം ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്ന
സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക എന്നതാണ് ഓട്ടോമേഷൻ്റെ AI ഇൻ്റഗ്രേഷൻ്റെ പുതിയ കാലത്ത് വേണ്ടത്. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആദ്യമായി ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു, സമാന്തരമായ അക്കാദമികമായ സപ്പോർട്ടിംഗ് സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. അത് പൂർണ്ണമായി ഓൺലൈൻ പാറ്റേണായി മാറുന്നു. അതോടൊപ്പം AI ഇൻ്റഗ്രേഷൻ ഏറ്റവും അഡോപ്റ്റഡായ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ടൂളും ടെക്നോളജിയും ഉപയോഗിച്ചുള്ള ഒരു പ്രോജക്റ്റാണ് സാൻഡ്ബോക്സ് ടെക്നോളജിയുടെ പുതിയ പ്രോജക്റ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പുതിയ കാലത്തിനൊത്തുള്ള പുതിയ കാലത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സംവിധാനമാണ്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച മനുഷ്യൻ്റെ നിലനിൽപ്പ് സാമ്പത്തികത്തിലും, സാമ്പത്തികത്തിൻ്റെ നിലനിൽപ്പ് ബിസിനസ്സിലും, ബിസിനസ്സിൻ്റെ നിലനിൽപ്പ് മാർക്കറ്റിങ്ങിലുമാണ് എങ്കിൽ മാർക്കറ്റിങ്ങിലെ ഏറ്റവും മനോഹരമായ സംവിധാനം എന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. അതിലേറ്റവും സുന്ദരമായ പുതിയ കാലത്തിൻ്റെ സാധ്യത ടിപ്പിക്കൽ നെറ്റ്വർക്ക് മാർക്കറ്റിൽ നിന്ന് മാറി പ്രൊഫഷണൽ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് നമ്മൾ മാറുമ്പോൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഡിജിറ്റലൈസേഷനാണ്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷനാണ്, നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഓട്ടോമേഷനാണ്. ഈ 3 കാര്യങ്ങളിൽ ഏറ്റവും നല്ല ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാൻഡ്ബോക്സ് വരും കാലത്തിൻ്റെ അല്ല, ദ ഫ്യൂച്ചർ ഈസ് നൗ. ഇവിടെയാണ് നമ്മുടെ ഫ്യൂച്ചർ. ഇന്ന് കണ്ട ഒരു മെസ്സേജ് ടെക്നോളജിയുടെ സാധ്യതകൾ മുൻനിർത്തി എന്നാണ് ഇപ്പോഴും പല കമ്പനികളും പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോഴും സാധ്യതകൾ മുൻനിർത്തേണ്ടവരല്ല, നമ്മുടെ മുൻപിൽ വന്ന അവസരങ്ങൾ വിനിയോഗിക്കേണ്ടവരാണ്. ദ ഫ്യൂച്ചർ ഈസ് നൗ. നിങ്ങളുടെ ഫ്യൂച്ചർ ഇന്നിവിടെ ആരംഭിക്കുന്നു. നിങ്ങളതിനൊരുക്കമാണ് എങ്കിൽ സാൻഡ്ബോക്സിൻ്റെ ലോകത്തേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം.